ഇന്നത്തെ കൊത്തു പൊറാട്ടയ്ക്ക് പിന്നിൽ ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ഇന്നലെ സ്കൂൾ വിട്ടിരുന്ന വഴിയിൽ പൊറാട്ട വിൽക്കുന്ന ഒരു കാക്കാനെ കണ്ടു. കുറച്ച് വയസ്സായ ഒരാളാണ്. അതുവരെ എനിക്ക് പൊറാട്ട വാങ്ങിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. മൂപ്പര് കണ്ടപ്പോൾ എനിക്ക് എന്തോ പൊറാട്ട വാങ്ങിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ബാഗ് ഒന്ന് തപ്പി നോക്കിയപ്പോൾ ചില്ലറായിട്ട് ഒരു 50 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് ഒരു 5 പൊറാട്ട എന്ന് പറഞ്ഞു. അപ്പൊ ആ കാക്കനോട് ചോദിച്ചു, കുട്ടി ഒരു 7 പൊറാട്ട എടുക്കട്ടെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 7 എണ്ണം വേണ്ട. ഒന്നാമത് എനിക്ക് 7 പൊറാട്ടയുടെ ആവശ്യമില്ല. രണ്ടാമത് എൻ്റെ ബാഗിൽ വേറെ ചില്ലറ ഒന്നും ഇരിക്കുന്നില്ല. അപ്പൊ വേണ്ട, എനിക്ക് 5 എണ്ണം തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പൊതി എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 50 രൂപയും വാങ്ങി വെച്ചു. എന്നിട്ട് കുട്ടി അത് കൊണ്ടുപോയിക്കോന്നും പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാനും കുട്ടികളും പൊറാട്ടൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ ഞാൻ കവറൊന്ന് പോയി നോക്കിയപ്പോൾ വീണ്ടും അതിൽ പൊറാട്ട ഇരിക്കണം. അപ്പോൾ മൂപ്പര് 5 എണ്ണത്തിന് പകരം എനിക്ക് 7 എണ്ണം തന്നെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 2 എണ്ണം കൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇൻസ്റ്റയിൽ കയറിയിട്ട് ഞാൻ പൊറാട്ട വെച്ചിട്ടുള്ള റെസിപ്പി തപ്പിയത്. ഫസ്റ്റ് വീഡിയോ തന്നെ കൊത്തുപൊറാട്ട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അത് ഉണ്ടാക്കി കഴിക്കാനൊരു ആഗ്രഹം. അങ്ങനെയാണ് ഈ കൊത്തുപൊറാട്ട ഇപ്പം ഉണ്ടാക്കാനുള്ള കാരണം.